ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NMIMS മുംബൈയെ കുറിച്ചും എൻമാറ്റിനെ കുറിച്ചുമാണ്. കാരണം അതിന്റെ ഡെഡ് ലൈൻ ഓൾറെഡി അപ്രോച്ചിങ് ആണ്. അപ്പൊ ഇത് നമ്മളുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു അലൂമിനി വിനോദ് കൊളേറ്റ് ചെയ്ത കുറച്ച് ഇൻഫർമേഷൻ. സോ പുള്ളിക്കാരൻ ഈ പറയുന്ന സ്നാപ്പിനാണെങ്കിൽ 99+% ആൻഡ് എൻമാറ്റിൽ 249 സ്കോറോട് കൂടി NMIMS കൺവേർട്ട് ചെയ്ത ഒരാളാണ്. സോ പുള്ളിക്കാരൻ അവിടെ ജോയിൻ ചെയ്തിട്ടില്ല, MDA ഗുർഗാവിലാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് പുള്ളിക്കാരൻ തന്ന കുറെ ഇൻപുട്സ് റിഗാർഡിങ് എൻമാറ്റ് എക്സാം ഇൻ ജനറൽ ആൻഡ് പിന്നെ നമ്മൾക്ക് അവിടെയുള്ള അലൂമിനീസും നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ പഠിച്ച് പറഞ്ഞതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് വേറെ പല ചാൻസിൽ നിന്ന് കിട്ടും. ക്രിട്ടിക്കലായിട്ട് NMIMS നിങ്ങൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നാർസി മോഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് NMIMS മുംബൈ NMIMS മുംബൈ അത് എടുത്തു പറയണം. കാരണം NMIMS ഒരുപാട് ക്യാമ്പസസ് ഉണ്ട്. അവർക്ക് മുംബൈയിൽ തന്നെ നവി മുംബൈയിൽ വേറൊരു ക്യാമ്പസ് ഉണ്ട്, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഒക്കെ ക്യാമ്പസസ് ഉണ്ട്. മാത്രമല്ല NMIMS എന്ന് പറയുമ്പോൾ NMIMS ഒരു പ്രോഗ്രാം അല്ല ഉള്ളത്, അവർക്ക് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ നമ്മളില്ലാത്ത കൂടുതൽ സംസാരിക്കുക അവരുടെ കോർ പ്രോഗ്രാമിനെ കുറിച്ചായിരിക്കും. അത് മുംബൈ ക്യാമ്പസിലെ കോർ പ്രോഗ്രാമിനെ കുറിച്ചായിരിക്കും. കാരണം ഏതൊരു പ്രൈവറ്റ് ബിസിനസ് സ്കൂളും എടുത്തു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു പ്രൈമറി ബ്രാൻഡ് വെച്ചിട്ട് തുടങ്ങിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രൈമറി ആയിട്ട് സംസാരിക്കുന്ന അവർ ആദ്യം തുടങ്ങി അവരുടെ ഏറ്റവും ലെഗസി ഉള്ള ബിസിനസ് സ്കൂളാണ്. അതിപ്പോ ഏതായാലും MDA ഗുർഗാവൺ എടുത്ത MDAക്ക് മുർഷിദാബാദിൽ ഒരു ക്യാമ്പസ് ഉണ്ട്. ഇനി സിംബയോസിസ് എടുത്തു കഴിഞ്ഞാൽ SIBM പൂനെ, SIMHID പൂനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് 10-16 വേറെ ബി സ്കൂൾസ് ഉണ്ട്. അപ്പൊ അതൊന്നും അത്ര നല്ല രീതിയിൽ പെർഫോമിംഗ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ കൂടുതലും ആ ഒരു NMIMS മുംബൈയെ കുറിച്ച് തന്നെ സംസാരിക്കാം. അപ്പം ഒരുപാട് എടുക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഓൾറെഡി നിൽക്കുന്ന ഒരു കോളേജാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ആദ്യം എൻമാറ്റിനെ കുറിച്ച് കുറച്ച് പറഞ്ഞതിന് ശേഷം എൻമാറ്റിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്യണോ വേണ്ടേ, ആരൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ എടുത്ത ടെസ്റ്റിൽ നിന്നും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. ഒരു GMATന്റെ പോലത്തെ ഫോർമാറ്റിലായിരിക്കും ഈ പരീക്ഷ ഉണ്ടാവുക. കാരണം നിങ്ങൾ CATന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 2 hour എക്സാം ആണ്, 66 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. പക്ഷേ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എഴുതാൻ പോകുന്ന SAT അല്ലെങ്കിൽ സ്നാപ്പ് പോലുള്ള എക്സാം എടുത്താലും. പക്ഷേ എൻമാറ്റ് എന്ന് പറയുന്നത് ഒരു അഡാപ്റ്റീവ് ടെസ്റ്റ് ആണ്. അഡാപ്റ്റീവ് ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടിരിക്കും. ഈ ഡിഫിക്കൽട്ടി കൂടുന്ന അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്സും കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആദ്യത്തെ കുറെ ക്വസ്റ്റ്യൻസ് തെറ്റിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കുറവായിരിക്കും. ബട്ട് ദാറ്റ് ഓൾസോ മീൻസ് ദാറ്റ് നിങ്ങൾക്ക് അത് സ്കോർ ചെയ്താൽ കിട്ടുന്ന നിങ്ങളുടെ സ്കോർസും അതിനനുസരിച്ച് കുറവായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് എൻമാറ്റിന്റെ മോക്കൊക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം CAT അവർക്ക് ലേശം ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എൻമാറ്റ് അവർക്ക് വളരെയധികം ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. കാരണം ക്വസ്റ്റ്യൻസിലൊക്കെ കുറച്ച് ഡിഫറൻസസ് കാണാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എൻമാറ്റിന്. സോ അത് ചിലവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നാം. സ്പീഡ് കൂടുതലായിട്ട് വേണ്ട എക്സാം ആണ്. കാരണം നമുക്ക് ഈ CATലുള്ള പോലെ ഒരു ലോ സ്കോറിംഗ് എക്സാം വിത്ത് ഇപ്പൊ CATൽ ഇപ്പൊ 40 മിനിറ്റിൽ ക്വാണ്ടിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്താൽ മതി എന്നിരിക്കുക. ഒരു ക്വസ്റ്റ്യന് നമുക്ക് എത്ര ടൈം കിട്ടുന്നുണ്ട്? ഏതാണ്ട് 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ എൻമാറ്റിൽ അത്ര ടൈം ഉണ്ടാവില്ല. പെട്ടെന്ന് കണ്ട് ആൻസർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സ്പീഡ് കൂടുതലായിട്ട് വേണം. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അഡാപ്റ്റീവ് ആണ്. അപ്പൊ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ടാവും. ഇപ്പം BRCയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗ്രാമർ, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സെന്റൻസ്, പാസീവ്, ആക്റ്റീവ്, പ്രിപ്പോസിഷൻ സ്കിൽസ് ഒക്കെ കൂടുതലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ലോജിക്കൽ റീസണിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ CATലെ പോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറെ സമയം ഇരിക്കേണ്ട ടൈപ്പ് LRD ഒന്നും എൻമാറ്റിൽ വരാറില്ല. ഇൻപുട്ട് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ് ആയിട്ട് എന്തായാലും വരുന്നുണ്ടാവും. പിന്നെ കുറെ പാറ്റേൺസ് തരുന്ന സാധനങ്ങൾ, അതായത് ഇപ്പം ഇങ്ങനത്തെ കുറെ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും എന്നൊക്കെ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് എൻമാറ്റിൽ എന്തായാലും വരുന്നതായിരിക്കും. ക്രിട്ടിക്കൽ റീസണിങ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആൻഡ് ക്വാൺസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോമെട്രി എൻമാറ്റിൽ അങ്ങനെ ടെസ്റ്റഡ് അല്ല. ബാക്കിയെല്ലാം നിങ്ങളുടെ CATന്റെ ഒരു പ്രിപ്പറേഷൻ മതി. പക്ഷേ CATനെക്കാളും കൂടുതൽ സ്പീഡ് നിങ്ങൾക്ക് വേണ്ടി വരും. സോ സ്പീഡ് ബേസ്ഡ് ടെസ്റ്റ് ആണ് ആ സംഭവം. ഇനി ഇതിന് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ എൻമാറ്റ് ഗൈഡ് ഉണ്ട്. ആ ഒഫീഷ്യൽ എൻമാറ്റ് ഗൈഡ് ഫുൾ ആയിട്ട് സോൾവ് ചെയ്യാനാണ്. ഇത് വിനോദ് പറഞ്ഞതാണ്. അതായത് പുള്ളിക്കാരൻ 249 സ്കോർ ചെയ്തത് ഈ ഫുൾ ബുക്ക് 2 തവണ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിട്ട് പോയി എടുത്തതാണ്. എസ്പെഷ്യലി ക്രിട്ടിക്കൽ റീസണിംഗ് പാർട്ട് എന്നാണ് പറഞ്ഞത്. ആൻഡ് കപ്പിൾ ഓഫ് എൻമാറ്റ് മോക്സും പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എൻമാറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻമാറ്റ് ക്ലിയർ ചെയ്തിട്ടില്ല പേഴ്സണലി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എൻമാറ്റിന് തരാൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഇല്ല. പക്ഷെ അതുകൊണ്ടാണ് ഇത് ക്രാക്ക് ചെയ്ത ഒരാളെടുത്ത് ചോദിച്ചത്. സോ എൻമാറ്റിന്റെ ഒഫീഷ്യൽ ഗൈഡാണ് ഒരു ബൈബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി
എക്സാമിനെ കുറിച്ച് പറഞ്ഞു. ഇനി മെയിൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇത് ത്രൂ കിട്ടുന്ന കോളേജസ് വെർത്താണോ അല്ലെങ്കിൽ ഇതിന്റെ ഇനി കൊടുക്കുന്ന പൈസ വെർത്താണോ മുതലായ കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ എക്സാം തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 3000 ആണ് അതിന്റെ ബേസിക് ഫീസ്. അതത്ര എക്സ്പെൻസീവ് അല്ല. ഇപ്പൊ MDA ഗുരുഗ്രാമിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും 3000 റുപ്പീസ് ഉണ്ട്. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് ഇത് 3 തവണ വരെ എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ 3 ടേക്ക് വരെ എടുക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ബെനിഫിറ്റ്സ് ഇല്ല. വൈ? ബിക്കോസ് നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രമേ NMIMSന്റെ മെയിൻ ക്യാമ്പസസ് എടുക്കുന്നുള്ളൂ. അതായത് ഈ ഒരു എൻമാറ്റ് എന്ന് പറയുന്ന പരീക്ഷ എഴുതിയാൽ കിട്ടുന്ന സ്കോർ എടുക്കുന്നത് NMIMS മാത്രമല്ല, വേറെയും പല ബിസിനസ് സ്കൂളുകളും ഈ സ്കോർ എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ NMIMSൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ എൻമാറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രമേ അവരെടുക്കുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു അറ്റംപ്റ്റിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമുള്ളൂ. 3 അറ്റംപ്റ്റ് വരെ എടുക്കാമെങ്കിലും അത് യൂഷ്വലി അവരുടെ ഒരു മണി മേക്കിംഗ് സ്ട്രാറ്റജിയാണ്. കാരണം ഒരുപാട് കുട്ടികളെ കൊണ്ട് എടുപ്പിച്ച് 2-3 തവണ എടുപ്പിച്ചിട്ട് ഓരോ തവണ ഈ 3000 രൂപ വെച്ച് അടയ്ക്കുകയും വേണം. സോ ഒരുപാട് പൈസ അവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ അതിന്റെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് എൻമാറ്റ് വേണമെങ്കിൽ NMIMS മുംബൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻമാറ്റ് അറ്റംപ്റ്റ് ആണുള്ളത്. അതിന് 3000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി രജിസ്റ്റർ ചെയ്യുമ്പോൾ എപ്പോൾ രജിസ്റ്റർ ചെയ്യണം, എപ്പോൾ എഴുതാം? അതായത് നിങ്ങൾക്ക് ഇപ്പം ഒക്ടോബർ 10 ഡെഡ് ലൈൻ. ഈ ഒക്ടോബർ 10 രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നവംബർ 5 തൊട്ട് ഡിസംബർ 20 വരെയുള്ള വിൻഡോയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഈ പരീക്ഷ പോയി എഴുതാം. ഇപ്പൊ നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ കൊച്ചിയിൽ എന്തായാലും സെന്റർ ഉണ്ട്. കേരളത്തിൽ ബാക്കി സെന്റേഴ്സിനെ കുറിച്ച് എനിക്ക് അറിയില്ല. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് കമ്പ്യൂട്ടർ കയറി നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ടൈമിൽ പോയി എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇത്. അല്ലാതെ ഇന്ത്യയിൽ മൊത്തം എല്ലാവരും ഒരേ ദിവസം എഴുതുന്ന പോലത്തെ ഒരു പരീക്ഷയല്ല. അപ്പം ഇത് കാറ്റിന് മുന്നേ എഴുതാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നവംബർ 5 തൊട്ട് ഡിസംബർ 20 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാറ്റിന് മുന്നേ എഴുതാം, കാറ്റിന് ശേഷം എഴുതാം. അപ്പം ഇതില് ഇപ്പൊ ക്രാക്ക് ചെയ്തിരിക്കുന്ന വിനോദ് പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരൻ കാറ്റിന് മുന്നെയാണ് എഴുതിയത്. കാരണം ഒന്ന് പുള്ളിക്കാരൻ കോൺഫിഡന്റ് ആയിരുന്നു എൻമാറ്റിൽ. രണ്ടാമത്തെ കാര്യം കാറ്റ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് ഫുൾ എഫേർട്ട് സ്നാപ്പിൽ ഇടണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കാരണം കാറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സാറ്റോ സ്നാപ്പോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അതുകൊണ്ട് എൻമാറ്റ് അപ്പോൾ ഒരു വിലങ്ങതടിയായിട്ട് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നേ എൻമാറ്റ് എഴുതി തീർക്കാം. പക്ഷെ എനിക്ക് വേറൊരു ഒപ്പീനിയനും കൂടി ഉണ്ട്. കാരണം നിങ്ങൾ ഈ എൻമാറ്റ് നിങ്ങൾ അത്ര കോൺഫിഡന്റ് അല്ലാതെ പോയി എൻമാറ്റ് എഴുതി. എൻമാറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി കഴിയുമ്പോൾ തന്നെ അവിടെ സ്കോർ കാണിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാം എത്ര അപ്രോക്സിമേറ്റ്ലി സ്കോർ വേണം. ഇപ്പൊ ഒരു 235 ഒക്കെ ഉണ്ടെങ്കിലാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് NMIMSന്റെ ക്യാമ്പസസ് മെയിൻ ക്യാമ്പസിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരാൻ സാധ്യതയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ തന്നെ ടെസ്റ്റ് കഴിയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇത് കിട്ടോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഇൻ കേസ് അത് കിട്ടിയില്ലെങ്കിൽ കാറ്റിന് ചിലപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മുകളിൽ പ്രഷർ കൂടുതലായിട്ടായിരിക്കും പോകുന്നത്. നേരെ മറിച്ച് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആണെങ്കിൽ ഇതൊരു നല്ല കാര്യവുമാണ്. കാരണം കാറ്റിന് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ഷുവർ ഷോട്ട് വൺ ഓഫ് ദി ടോപ്പ് 20 ബി സ്കൂൾസ് ആണ് NMIMS. എപ്പോഴും നമ്മളൊരു ടോപ്പ് 20 ലിസ്റ്റിൽ വരുന്ന ഒരുപാട് നല്ല കമ്പനീസ് വരുന്ന മുംബൈയിൽ ലൊക്കേഷൻ ആയിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജും ഉള്ള ഒരു ടോപ്പ് tier 1 കോളേജ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. പക്ഷെ അപ്പം അങ്ങനെ ഒരു കോളേജ് നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കാറ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുകളിലുള്ള പ്രഷർ കുറവായിരിക്കും എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ മേ ബി യു ക്യാൻ ഇഫ് യു ആർ കോൺഫിഡന്റ് എൻമാറ്റ് എടുത്തിട്ട് പോയി കാറ്റ് എഴുതുക. ഇല്ലെങ്കിൽ കാറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് എൻമാറ്റ് ഒക്കെ നോക്കുക. പക്ഷെ എൻമാറ്റ് ഇപ്പോഴേ രജിസ്റ്റർ ചെയ്യണം. സോ ഡു രജിസ്റ്റർ നൗ. പിന്നെ പറയാനുള്ളത് ഇനി എൻമാറ്റിനെ കുറിച്ചാണ് കൂടുതൽ. ഇപ്പം NMIMSന്റെ തന്നെ പല ക്യാമ്പസസ് ഉണ്ട്. ഇതിൽ NMIMS മുംബൈ മാത്രമേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. NMIMS ബാംഗ്ലൂരും കുഴപ്പമില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ നോവെയർ ക്ലോസ് ടു NMIMS മുംബൈ. NMIMS മുംബൈ ഒരു tier 1 ആണെങ്കിൽ NMIMS ബാംഗ്ലൂർ വിൽ ബി tier 3. ആൻഡ് നിങ്ങൾ കാറ്റ് എഴുതുന്ന ആളായിരിക്കുമല്ലോ. എന്തായാലും കാറ്റ് എഴുതുന്ന സമയത്ത് ഈ NMIMS ബാംഗ്ലൂരിനെക്കാളും മുകളിലുള്ള ഒരുപാട് ബിസിനസ് സ്കൂളുകൾ, tier 3 ബിസിനസ് സ്കൂളുകൾ നിങ്ങൾക്ക് കാറ്റ് ത്രൂ തന്നെ കിട്ടും. അപ്പൊ അതിൽ NMIMSൽ പോയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയൊരു കാര്യമില്ല. പക്ഷെ മാക്സിമം കൊടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ മാത്രം കൊടുക്കാം. ബാക്കിയുള്ള ക്യാമ്പസസ് എന്തായാലും പ്രത്യേകിച്ച് വലിയൊരു ഉപയോഗം ഒന്നുമില്ല. പിന്നെ ഇനി NMIMSന്റെ പ്രോസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ ലൊക്കേഷൻ തന്നെയാണ്. കാരണം മുംബൈയിൽ ഏറ്റവും പ്രൈം ലൊക്കേഷനിലുള്ള ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന, ഞാൻ ഇന്നലെ MDA ഗുർഗാവിന്റെ ഒരു വീഡിയോ അച്യുതുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്യുത് ഗുർഗാവിലുള്ള ക്യാമ്പസിലായതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് പറയുന്ന പോലത്തെ അഡ്വാൻറ്റേജസ് എല്ലാം മുംബൈയിൽ കിട്ടുന്നുണ്ടാവും. മുംബൈയിൽ പ്ലസ് ഫിനാൻസ് ഡൊമൈൻസിലാണെങ്കിൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിനാൻസ് ബേസ്ഡ് കമ്പനീസിന്റെ ആയിട്ടുള്ള ആക്സസും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ വിസിനിറ്റിയിൽ തന്നെ വേറെയും ഒരുപാട് ബിസിനസ് സ്കൂളുകൾ ഉള്ളതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള SPJയിലോ IIT ബോംബെയിലോ അല്ലെങ്കിൽ IIM മുംബൈയിലോ ഒക്കെ പോയിട്ട് നിങ്ങളുടെ കേസ് കോമ്പറ്റീഷൻസോ അല്ലെങ്കിൽ അവർ ഹോസ്റ്റ് ചെയ്യുന്ന കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്.
സ്ഥിരമായിട്ട് ഞാനൊക്കെ IIM പഠിക്കുമ്പോൾ ഉൾപ്പെടെ കേസ് കോമ്പറ്റീഷൻസിൽ സ്ഥിരമായിട്ട് ജയിക്കുന്ന ഒരുപാട് ആൾക്കാർ NMIMS വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ കൾച്ചർ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. കോൺസ് പറയുകയാണെങ്കിൽ ബാച്ച് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ, ബാച്ച് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ബാച്ച് സ്ട്രെങ്ത് കുറച്ച് കൂടുതലാണ്. ഇപ്പോ ഏതാണ്ട് ഒരു 800 അടുപ്പിച്ചൊക്കെ ബാച്ച് സ്ട്രെങ്ത് വരുന്നുണ്ട് NMIMS. മാത്രമല്ല ക്യാമ്പസ് വളരെ ചെറുതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ ഒരു മോള് പോലത്തെ ക്യാമ്പസ് ആണ്. അപ്പൊ നമ്മൾ യൂഷ്വലി ഇപ്പൊ നമ്മളുടെ IIM കോഴിക്കോടോ ഇൻഡോറോ അല്ലെങ്കിൽ ഇപ്പം IIM ബാംഗ്ലൂരൊക്കെ പോലെ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന ഒരു ക്യാമ്പസ് അല്ല. മാത്രമല്ല ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ലിമിറ്റഡ് ആണ്. അതായത് എല്ലാവർക്കും അകത്ത് ഹോസ്റ്റലിൽ കിട്ടില്ല. അപ്പൊ നിങ്ങൾ പുറത്ത് ഹോസ്റ്റൽ എടുത്ത് നിൽക്കേണ്ടി വരും. ആൻഡ് മുംബൈയിലെ അക്കോമഡേഷൻ റിയൽ എസ്റ്റേറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. സോ ഓവറോൾ നിങ്ങളുടെ MBA കോസ്റ്റ് ഇവർ പറയുന്ന ഒരു 10-25 ലക്ഷം രൂപ എന്ന് പറയുന്ന കോളേജ് ഫീസിന്റെ പുറമെ നിങ്ങൾ എങ്ങനെ പോയാലും ഒരു 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെ കാണേണ്ടി വരും. പക്ഷെ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി വർത്ത് ഫോർ NMIMS മുംബൈ. കാരണം Tier 1 കോളേജസിൽ വരുമ്പോൾ നിങ്ങളുടെ ഈ ROI വലിയ കാര്യമായിട്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും തന്നെ നല്ല നല്ല പ്ലേസ്മെന്റ്സ് ഒക്കെ കിട്ടി പോകുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കൊളാറ്ററൽ ഫ്രീ കോപ്പറേറ്റ് ഫ്രീ ലോൺ കിട്ടും. ആ ലോൺ നിങ്ങൾക്ക് തിരിച്ചടച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഇഫ് യു ആർ ഗോയിങ് ടു Tier 2, Tier 3 B schools, ഇപ്പൊ SDA ബൊക്കോണി, ഇന്ത്യ ക്യാമ്പസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോളേജസിൽ ഇപ്പൊ KJ സോമയെ 20-25 ലക്ഷം രൂപയൊക്കെ കൊടുക്കുന്നത് കംപ്ലീറ്റ്ലി അട്ടർ ഫൂളിഷ്നെസ് ആണ്. കാരണം അവരൊന്നും 100% പ്ലേസ്മെന്റും പറയുന്നില്ല. അവിടെ അത്രയും വലിയ പ്ലേസ്മെന്റ്സ് ഒന്നും കിട്ടാനും ചാൻസ് ഇല്ല. അപ്പൊ ROI വൈസ് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ മുകളിൽ വലിയൊരു ഫിനാൻഷ്യൽ ബർഡൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി പ്ലേസ്മെന്റ്സ് തന്നെ എടുത്ത് നോക്കുമ്പോഴും ഈ ബാച്ച് സ്ട്രെങ്ത് എവിടെയാണ് ഒരു വില്ലനായിട്ട് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ NMIMS മുംബൈയുടെ തന്നെ കോർ ഇതിന്റെ പ്ലേസ്മെന്റ്സ് എടുക്കുമ്പോൾ അവരുടെ ടോട്ടൽ ആവറേജ് CTC കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് 25.13 lakhs ആണ് ആവറേജ് CTC. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടോപ്പ് 40% 32 lakhs ആണ്. ഇപ്പൊ ടോപ്പ് 40% 32 lakhs വന്നിട്ട് ആവറേജ് 25 വരുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബോട്ടം 30% ഓഫ് ദി ബാച്ച്, അതായത് 800 പേരുള്ള വലിയ ബാച്ചാണ്. അത്രയും പേരെ പ്ലേസ് ആക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം ഇത്രയും ബാച്ച് സ്ട്രെങ്ത് ഉള്ള വേറൊരു കോളേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ബി സ്കൂൾസ് വേറെ ഇല്ല. പണ്ട് IMT ഗാസിയാബാദ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പിന്നെയും താഴെ പോയി. അപ്പം ടോപ്പ് 30% നല്ല രീതിയിൽ പ്ലേസ്മെന്റ് ഹിറ്റ് എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ കോമ്പറ്റീഷൻ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇപ്പം ബോട്ടം 20, ബോട്ടം 30% ഓഫ് ദി ബാച്ചിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, അത് ഞാൻ അക്കാഡമിക്സ് വെച്ചിട്ടല്ല പറയുന്നത്. നിങ്ങൾക്ക് 30% ഏറ്റവും ലോസ്റ്റ് മാർക്കിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓവറോൾ നിങ്ങളുടെ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഒരു കപ്പാസിറ്റി, കമ്മ്യൂണിക്കേഷൻ, മാർക്ക്, പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്, അക്കാഡമിക്സ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ ബോട്ടം 30% വന്നാൽ നിങ്ങൾ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസസ് NMIMS മുംബൈയിലും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ NMAT വെച്ചിട്ട് വേറെ കുറച്ച് കോളേജസ് കിട്ടും എന്നുള്ളത് കൊണ്ട് ചില ആൾക്കാർ നോക്കാറുണ്ട്. പക്ഷെ അതിൽ പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. കാരണം ഇതിനകത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ISBR, IFMR, സോയിൽ ഗുർഗാവൺ, ICFAI എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ബി സ്കൂൾസ് എഴുതിയിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിനകത്ത് XIMB പറയുന്നുണ്ട്. അതായത് give me 1 second, XIMB ഈ സ്കോർ എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ XIMBയുടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ HR പ്രോഗ്രാം മാത്രം നിങ്ങളുടെ NMATന്റെ സ്കോർ കൺസിഡർ ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് അതും ഈ എക്സാം മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. നിങ്ങളിപ്പോൾ CAT എടുക്കുന്ന പോലെ NMATന്റെ സ്കോർ വെച്ച് ആ കോളേജിന് സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. KJ സോമയെ എടുക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ KJ സോമയെ ഒട്ടും ഇപ്പൊ റെക്കമെൻഡ് ചെയ്യില്ല. 4 years ബാക്ക് ഐ വുഡ് ഹാവ് റെക്കമെൻഡഡ്, ബട്ട് വളരെ താഴോട്ട് KJ സോമയെ പോയിട്ടുണ്ട്. ആൻഡ് ROI വൈസ് ഒട്ടും വർത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ടാപ്മി എടുക്കും, ഗ്രേറ്റ് ലേക്സ് എടുക്കും എന്ന് പറയുന്നുണ്ട്, വിച്ച് ആർ ലൈക്ക് 2 good options which you can consider. പക്ഷെ ഇവിടെ കയറണമെന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NMIMS മുംബൈക്ക് കിട്ടാനുള്ള ഏകദേശം ആ അടുത്ത് തന്നെ സ്കോർ 230s കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ CAT നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടോപ്പ് ടിയർ ബി സ്കൂൾ കിട്ടാൻ വേണ്ടി 97% വേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു 85% തന്നെ ടാപ്മി ഈ ഗ്രേറ്റ് ലേക്സ് ഒക്കെ കയറാൻ പറ്റും. പക്ഷെ NMATന് നിങ്ങൾ NMIMS മുംബൈക്ക് കയറാനുള്ള അത്ര തന്നെ സ്കോർ വാങ്ങിയാലേ ഇവിടെയും നിങ്ങൾക്ക് കൺസിഡറേഷൻ കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ബാക്കി ബിസിനസ് സ്കൂളുകൾ കുറെ NMAT എടുക്കും എന്ന് വിചാരിച്ചിട്ട് NMIMSൽ അല്ലെങ്കിൽ NMATൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൽ ഞാൻ വലിയ കാര്യം ആണെന്ന് നല്ല കാര്യമുണ്ടെന്ന് പറയില്ല. ബട്ട് റാദർ യു ക്യാൻ choose NMAT only if you are interested in NMIMS Mumbai and if you are ready to put in the efforts of NMIMS Mumbai. CAT പ്രാക്ടീസ് മാത്രം വെച്ച് പോയി NMAT ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഈ NMATന്റെ അവരുടെ ഒഫീഷ്യൽ ഗൈഡൊക്കെ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. NMIMS ഈ NMAT എന്ന് പറയുന്ന പരീക്ഷയിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് NMIMS മുംബൈ. അത് തന്നെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാൻ പറ്റുന്നത്. ഒരുപാട് കോൺസ് ഉണ്ട്, അതായത് ചെറിയ ക്യാമ്പസ് ആണ്, പിന്നെ ബാച്ച് സ്ട്രെങ്ത് കൂടുതലാണ് എന്നൊക്കെ നോക്കിയാലും ഒരു Tier 1 കോളേജ് തന്നെയാണ്.
റിസർവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ യു ക്യാൻ സ്റ്റേ അവേ ഫ്രം NMIMS ഫോർ ഷുവർ. എനി സോർട്ട് ഓഫ് റിസർവേഷൻ, ബി ഇറ്റ് ലൈക്ക് SC, ST or OBC, you can stay away from അല്ലെങ്കിൽ EWS or PWD, you can stay away from NMIMS Mumbai. കാരണം ഇതിന് പൈസ കളയുന്നതിനേക്കാളും you rather apply for say an IIT or say an IIFT sort of institute. കാരണം അവിടെ നിങ്ങൾക്ക് റിസർവേഷൻ അഡ്വാൻറ്റേജ് കിട്ടും. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് പിന്നെയും ബെറ്റർ ആയിട്ടുണ്ടാവുക. പിന്നെ എൻമാറ്റിന്റെ ഒഫീഷ്യൽ ഗൈഡ് 2 തവണ പ്രിപ്പയർ ചെയ്ത് അതിനകത്തുനിന്ന് മോക്സ് ഒക്കെ എടുത്തിട്ടാണ് ഈ ഡീറ്റെയിൽസ് എനിക്ക് തന്ന ആൾ പ്രിപ്പയർ ചെയ്ത് 249 വാങ്ങിയത്. സോ നിങ്ങൾക്കും അത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. എക്സാം ഈസ് ലൈറ്റ്ലി ഡിഫറെന്റ്, അഡാപ്റ്റീവ് ആണ്, സ്പീഡ് ബേസ്ഡ് ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അഡാപ്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരി ഉത്തരങ്ങൾ കൂടുതൽ കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയും പക്ഷേ ആ ക്വസ്റ്റ്യൻസിന് ചെയ്താൽ കിട്ടുന്ന മാർക്ക് കൂടുതലുമായിരിക്കും. പിന്നെ ഫീസ് ഓൺ ദി ഹയർ സൈഡ് ആണ്. നോർമൽ ഫീസ് ആണെങ്കിൽ പോലും നിങ്ങൾ പുറത്ത് മുംബൈയിൽ സ്വന്തമായിട്ട് അക്കോമഡേഷൻ കണ്ടുപിടിക്കണം. സോ ഇറ്റ് ബിക്കംസ് എ ലിറ്റിൽ എക്സ്പെൻസീവ്, ബട്ട് ദെൻ സ്റ്റിൽ വർത്ത് ഇറ്റ് ബിക്കോസ് ഇഫ് ഇറ്റ്സ് NMIMS Mumbai. NMIMS Bangalore is slightly doing better, but nowhere compared to NMIMS Mumbai. So if you are taking NMAT, aim for NMIMS Mumbai. For general candidates this is a great option because റിലേറ്റീവ്ലി കുറച്ച് എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ലൊരു Tier 1 കോളേജ് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഇത് എപ്പം എടുക്കണമെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആ ഒരു തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ കാറ്റിന് മുന്നേ എടുക്കുക, കോൺഫിഡൻസ് കുറവാണെന്നുണ്ടെങ്കിൽ കാറ്റിന് ശേഷം എടുക്കുക. കാരണം ഇത് നിങ്ങൾ അണ്ടർ കോൺഫിഡന്റ് ആയിട്ട് പോയി ചെയ്ത് നിങ്ങളുടെ മാർക്ക് കുറഞ്ഞ് അത് കാറ്റിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് യെസ്, ഇത് വേറെയും കുറെ ബി സ്കൂൾസ് എടുക്കും ഈ സ്കോർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ്. അതിലുള്ളതിന് തന്നെ നല്ല നല്ല രീതിയിൽ കട്ട് ഓഫ് ഉണ്ട്. അതെല്ലാം കാറ്റ് ത്രൂ കയറുന്നത് തന്നെയാണ് നിങ്ങൾക്ക് അപ്പോഴും എളുപ്പം ഉണ്ടാവുക. സോ ഇത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത് NMIMS പറ്റി അല്ലെങ്കിൽ എൻമാറ്റിനെ പറ്റി. അപ്പോൾ എൻമാറ്റ് താല്പര്യമുള്ളവർ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക, ഡേറ്റ് ജുഡീഷ്യസ് ആയിട്ട് നോക്കി ചൂസ് ചെയ്യുക, ആൻഡ് അതിന് വേണ്ട പ്രിപ്പറേഷൻ കൊടുത്തതിന് ശേഷം മാത്രം പോയി എഴുതുക. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.